ഹായ് എവരിവൺ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. അപ്പോൾ ഞങ്ങൾ ലാൽബാഗ് എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡൻ ഉണ്ട് ബാംഗ്ലൂർ. അവിടെ എല്ലാ വർഷവും 2 ദിവസവും ഫ്ലവർ ഷോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജനുവരി 26 ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു, റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാവുമ്പോൾ പോവാറുണ്ട്. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സും ചെടികളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ഫ്ലവർ ഷോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഫ്ലവർ ഷോയുടെ കാഴ്ചകൾ കാണാം. ഇത് ഇവിടുത്തെ ഒരു റോസ് ഗാർഡനാണ്. ഇത് ഫ്ലവർ ഷോ പ്രമാണിച്ചുള്ള ഗാർഡൻ അല്ല, ഇത് ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവാറുള്ളൊരു ഗാർഡനാണ്. ഒരുപാട് വെറൈറ്റി ടൈപ്പിലുള്ള റോസസ് ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് കൊതിയാവും ഓരോ റോസാ ചെടികളൊക്കെ പൂവുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഈ ഫ്ലവർ ഷോ നടക്കുന്നത് ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. ആ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ് ഫ്ലവേഴ്സ് എല്ലാതും അറേഞ്ച് ചെയ്തിട്ട് ഷോ ആയിട്ട് അവർ നടത്തുന്നത്. അപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള പൂക്കളും ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത് ഓർക്കിഡ്സാണ്. പല വെറൈറ്റീസിലുള്ള ഓർക്കിഡ്സ്, ഞാനൊന്നും കാണാത്ത തരത്തിലുള്ള പൂക്കളുള്ള ഓർക്കിഡ്സൊക്കെ ഇവിടെ ഒരുപാട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂവ് കൊണ്ട് ഓരോ ടൈപ്പിലുള്ള ഓരോ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പലതരത്തിലുള്ള ജമന്തി ഉണ്ടായിരുന്നു. ജമന്തി തന്നെ നല്ല ഉണ്ടായിട്ടുള്ള നല്ല വലിയ ടൈപ്പ് ഒരു ജമന്തികളുണ്ടായിരുന്നു. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇവിടെ ഏറ്റവും നല്ല രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ചെടികൾക്ക് വെള്ളം കിട്ടാനും പിന്നെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ചെറിയൊരു സ്പ്രേയിൽ വെള്ളം അങ്ങനെ എപ്പോഴും തെളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ലൊരു കൂളിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ നമുക്ക് ഗാർഡനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡൽസും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അക്വേറിയത്തിലൊന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പല പല മരങ്ങളുടെയൊക്കെ കായകൾ ഇവിടെ ഷോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണാത്തതും അതുപോലെ കാണുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ളതും അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പൂച്ചെടികൾ മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഒരു ഷോ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല നമ്മൾ ഒട്ടുമിക്ക കാണുന്ന എല്ലാതരം ഇൻഡോർ പ്ലാന്റ്സും അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും എനിക്കിഷ്ടമായത് ഓർക്കിഡ്സാണ്. ഓർക്കിഡ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, നല്ല ഇത്തിരി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ ഞങ്ങൾ ആ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അപ്പോൾ അവിടെയും ഇതുപോലെ കുറച്ച് സ്ട്രക്ചേഴ്സും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഗ്ലാസ് ഹൗസിൻ്റെ പിന്നിൽ തന്നെ ആയിട്ട് തന്നെ ഒരു എക്സിബിഷൻ ഉണ്ട്. അവിടെ നമുക്ക് പല സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. കൂടുതലും ഹോം മെയ്ഡ് അതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ നഴ്സറീസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നല്ലതരം പച്ചക്കറി വിത്തുകളൊക്കെ കണ്ടു. അപ്പം ഞങ്ങൾ 2-3 പച്ചക്കറി വിത്തൊക്കെ വാങ്ങി. ബാൽക്കണിയിൽ ഉണ്ടാവുമെന്നറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് 2-3 വാങ്ങിയിരുന്നു.
ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പല പല കളക്ഷൻസ് ഞാൻ കണ്ടു. കുറേയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റിനേക്കാളും നല്ല വിലയായതുകൊണ്ട് അങ്ങനെ കൂടുതൽ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കിഴങ്ങുകൾ കുറേ ഉണ്ടായിരുന്നു. കിഴങ്ങ് നട്ടിട്ട് അത് ചെടിയായി പൂക്കൾ ഉണ്ടാക്കണേൻ്റെ അതിൻ്റെ 2-3 വാങ്ങി. പിന്നെ അവിടെ കണ്ടത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതാണ്. മുള കൊണ്ട് പലതരത്തിലുള്ള പ്ലാന്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു എക്സിബിഷൻ പോലെ വരും. അത് നമുക്ക് നാടൻ സാധനങ്ങൾ കൊണ്ട് വാഴ, അതുപോലെ തെങ്ങിൻ്റെ ഓല, അങ്ങനെ പല പല മരങ്ങളുടെ സാധനങ്ങൾ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പല പല ഐറ്റംസിൻ്റെ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോൾസ് എല്ലാം കഴിഞ്ഞപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചട്ടിയിലൊക്കെ വെജിറ്റബിൾ കൃഷി ചെയ്യണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഹൈഡ്രോപോണിക്സ് മെത്തേഡ്, അങ്ങനെ നമുക്കൊക്കെ നോക്കാൻ പറ്റുന്ന പലതരം മെത്തേഡുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേസ്റ്റ് കൊണ്ട് നമുക്ക് വേസ്റ്റ് ആയിട്ട് കളയുന്ന പാത്രങ്ങളിലൊക്കെ ചെടി വെക്കുന്ന രീതികൾ, അതുപോലെ പലതരം മിനിയേച്ചർ ഗാർഡൻ്റെ ഐഡിയാസ് അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറച്ചൊക്കെ ഐഡിയാസൊക്കെ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ നമുക്ക് പല പല ഐഡിയാസൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയൊരു ഫ്ലവർ ഷോ. അപ്പോൾ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.